പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്. അഭിഷേകം മുടങ്ങുന്നു എന്ന ഭാഗമാണ്. അന്നേരം ആദിത്യനുമുദിച്ചിടിനാൻ, മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീല ഇന്നും, എന്തൊരു മൂലമതിനെന്നു മാനസേ. ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകമ്പുക്കാനതിദ്രുതം. രാജീവമിത്രഗോത്രോദ്ഭൂത ഭൂപതേ രാജരാജേന്ദ്രപ്രവര ജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ച് ഉത്ഥാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ, എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്ത് പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും. സത്വരം കൈകേയി തന്നോടു ചോദിച്ചാൻ, ദേവനാരീസമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്ന് മഹാരാജവല്ലഭേ. ചൊല്ലുക എന്നോടെന്നു കേട്ടു കൈകേയം, ചൊല്ലിനാൾ ആശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രന് നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നതു കാരണം ആകയാൽ, സ്വസ്ഥനല്ലാതെ ചമഞ്ഞത് തന്നുടേ ചിത്തത്തിന് സ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യത് പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായത് മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രന് രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ, ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചനമനാകർണ്യ ഞാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ, ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രർ ഉഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൻ, താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവിടം മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്ത് ആലിംഗനം ചെയ്യുവാൻ ഭൂമിപൻ ആശു സമുത്ഥായ സംഭ്രമാൽ. ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിത് ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ. താതനെ ചെന്നെടുത്ത് ആശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങൾ അതുകണ്ട് അനന്തരമാരൂഢ ശോകം വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം ബുക്കിത് സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം, കാരണമെന്തോന്ന് താത ദുഃഖത്തിന് നേരെ പറവിൻ അറിഞ്ഞവർ എന്നതു നേരം. പറഞ്ഞത് കേകയപുത്രിയും, കാരണം താത ദുഃഖത്തിന് നീ തന്നെ പാഴിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. ചേതസി നീ നിരൂപിക്കിൽ എഴുത് ഇനി താതന് ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭർത്തൃദുഃഖോപശാന്തിക്ക് കിഞ്ചിത്വയാ കർത്തവ്യമായ ഒരു കർമ്മമെന്നായി വരും.
സത്യവാദി ശ്രേഷ്ഠനായ പിതാവിന് സത്യപ്രതിജ്ഞനാക്കിയിടുക നീയത് ചിത്തഹിതം നൃപതീന്ദ്രന് നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. 2 വരം മമ ദത്തമായിട്ടുണ്ട് പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസ നിന്നാലെ സാധ്യമായുള്ള ഒന്നത് 2ഉം ഇന്നു തരേണം എന്നർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോട് അതു പറഞ്ഞിടുവാൻ നാണിച്ച് ഖിന്നനായി വന്നിത് താതൻ അറിക നീ. സത്യഭാഷേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ. പൊന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു. ശതപത്ര സമുദ്ഭവൻ എന്നതറിക നീ. മാതൃവചന ശൂലാഭിഹതനായ മേദിനീ ബാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ, ഇത്രയെല്ലാം പറയണമോ മാതാവേ? താതാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ അതിനില്ല സംശയം. മാനസേ ഖേദമതിനില്ല എനിക്കേതും. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കൽ ത്യാജ്യം എന്നാൽ എന്നറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊല്ലിലും തക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ അറിക നീ. പാവകൻ തങ്ങൾ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കിൽ ഏതുമേ സംശയം ചേതസിച്ചിട്ടില്ല എനിക്കെന്നറിക നീ. താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ. പിത്രാ നിയുക്തനായിട്ട് ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യമല്ല എന്നു വച്ചടങ്ങുന്നവൻ. പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനം ഇത്തമെല്ലാം പരിജ്ഞാതം മയാധുനാ. ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാൻ ആകുലം ഏതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു 2 വരാം. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയം രാമനോട് ആശു ചൊല്ലിയിടിനാൾ ആദരാൽ. താതൻ നിനക്ക് അഭിഷേകാർത്ഥമായി ഉടനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതനു ചെയ്യണം. 2 വരം പിന്നെ ഒന്നുണ്ട് വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ട്. മന്നവന് ഇന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ട് ശ്രീരാമനും ചൊല്ലിനാൻ, ഇന്നതിനെന്തൊരു വൈഷമ്യമായത്. ചെയ്യുക അഭിഷേകം ഭരതന് ഞാൻ ഇനി, വൈകാതെ പോവൻ മനത്തിനു മാതാവേ. എന്തതെന്നോട് ചൊല്ലാഞ്ഞ പിതാവ്, അത് ചിന്തിച്ച് ദുഃഖിപ്പതിന് എന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന് മതിയവൻ, രാജ്യമുപേക്ഷിപ്പതിനും ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പത്, ദണ്ഡകവാസത്തിന് ഏറ്റവും എളുതല്ലോ. സ്നേഹം എന്നെക്കുറിച്ചേറും അമ്മയ്ക്ക് മദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാളലോകത്ത് വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂർവം തൃപ്തനാക്കിയിടിനാൻ താതനു തന്നെ. യൗവനം നൽകി ജരാനരയും വാങ്ങി, ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ച് മത്പിതാ ദുഃഖിപ്പതിന് ഇല്ലവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. ത്രീജിതനായി അതികാമുകനായൊരു രാജാധമനാകും എന്നെയും വൈകാതെ.
പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ, ദോഷം നിനക്ക് അതിനേതുമകപ്പെടാം. അല്ലായെങ്കിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാരാ ഗുണാംബുധേ രാഘവ. പൃഥ്വീപതേന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ, ഹാ ജഗന്നാഥ, ഹാ ഹാ രാമ, ഹാ രാമ, ഹാ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞ് പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരോലോല വാർത്തു കരകയും നന്നായി മുറുകെ മുറുകെ തഴുകിയും പിന്നെ ചുടുചുടെ ദീർഘമായി വീർക്കയും ഖിന്നനായ ഒരു പിതാവിനെ കണ്ടുടൻ തന്നെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചു രഘൂത്തമൻ. ആശ്ലേഷനീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിദൻ തഥാ. എന്തിന് എൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നത്, എന്തൊരു ദണ്ഡം ഇതിന് മഹീപതേ. സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായകയുമില്ലിത് രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക, സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിൽ ഈ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിയിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാത്ത കർമ്മം മമ മാതാവെനിക്ക് വിധിച്ചത് നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞ് ഇനി വൈകാതെ പോവതിനായി വരുന്നേൻ എന്നരുൾ ചെയ്തു. ദേവനും മാതൃഗേഹം പൊക്കതു നേരം. ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായിക്കൊണ്ട് ചെയ്യിച്ചു. വിത്തമതീവദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ച് ഇളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികേ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിയിടിനാൾ. രാമനുപഗതനായതു കണ്ടീലേ, ഭൂമിപാലപ്രിയെ നോക്കിയിടുക എന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നീടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്ന് കുതൂഹലാൽ ഇന്ദീവരതള ശ്യാമകളേബരം മന്ദമന്ദം തലോടിപ്പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ. വന്നിരുന്നീട് ഭുജിപ്പതിനാശുനീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോട് അരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിന് പോകണം. മുൽപ്പാടുകേ ഗയപുത്രിയാമമ്മയ്ക്ക് മത്പിതാ 2 വരം കൊടുത്തിടിനാൻ. ഒന്ന് ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്ന് മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ച് അത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ട് കൗസല്യ പാരൽ മോഹിച്ചു വീണിടിനാൾ ആകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്ന് ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ
തന്നെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ. ഇന്നു നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ള ആദി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം? എന്തു പിഴച്ചത് കൈകേയിയോടു നീ ചിന്തിക്ക ഊപനോടും കുമാരാ ബലാൽ. താതനും ഞാനും ഒക്കും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്ക് ചെറ്റില്ല എന്ന നിർണയം. പോകണമെന്നു താതൻ യോഗിക്കൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാച ഗമിക്കുന്നതാകിലോ. ഞാനും എൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ. മാനവവംശവും പിന്നെ മുടിഞ്ഞുപോം. തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കിപ്പറഞ്ഞിടിനാൻ. ആകുലമെന്തിത് കാരണമുണ്ടാവാൻ? ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിനയച്ച് അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ല ഏതും ഇതിന് ശോകിപ്പതിന് അന്തർമുദാവസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്ക് അതിനുണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. ഇത്തം പറഞ്ഞ ലോകത്രയം ദദൃഷ ദഗ്ധമാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായി ആലിംഗനം ചെയ്തു. സുന്ദരൻ ഇന്ദിരാമന്ദിരവത്സനാനന്ദസ്വരൂപൻ ഇന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദിവൃന്ദാരക വൃന്ദവന്ദ്യാഘ്രി യുഗ്മാരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനനൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദമന്ദാര ദാരൂപമൻ. പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്.